ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ രാവിലെ എൻ്റെ സാക്ഷ്യം അല്പമായി പറഞ്ഞു നിർത്തിയതാണ്. ദൈവമക്കളെ, പേയാട് എന്ന് പറഞ്ഞ ദേശത്ത് കുരിശുമുട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പനോട് കൂടെ അമ്പലത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ എന്നെ കൂടി എൻ്റെ അപ്പനെ പോലെ ഒരു ജ്യോത്സ്യനാക്കി അല്ലെങ്കിൽ മന്ത്രവാദിയാക്കി മാറ്റണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു വലിയ കൊടുതിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുക. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഗസ്റ്റ് എന്ന പോലെ അന്ന് എൻ്റെ അപ്പന് ഗസ്റ്റായിട്ട് അദ്ദേഹം വിളിച്ചത് വങ്ങാനൂർ ദേശത്ത് കുട്ടൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയാണ്. എനിക്ക് ആ ദേശം പോലും അന്ന് അറിയത്തില്ല. ഇന്നെൻ്റെ വിവാഹ ഭവനമാണ് ആ ദേശം. അവിടെ അദ്ദേഹം, ആ കുട്ടൻ എന്ന് പറയുന്ന മന്ത്രവാദി അവിടെ കടന്നു വന്നിട്ട് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ആ എന്താ പറഞ്ഞ സിറ്റ് ഔട്ട് പോലെ അവിടെ അദ്ദേഹത്തിന് ഞാനൊരു മുറം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കബഡി ശംഖുമൊക്കെ അതിനകത്ത് അഴിച്ചിട്ടേച്ചിട്ട് രാത്രി 10 മണി മുതൽ അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടികൾ തുടങ്ങി. ഞാൻ കുറിയടിക്കാൻ സ്ഥലമില്ലാതെ വേണം ശരീരത്തിന് എല്ലാ ഭാഗത്തും കുറിയടിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ തൂണുപോലെ നിൽക്കുക. അന്ന് ഞാൻ സേവിച്ചിരുന്ന ഈ സകല ശക്തികളോടും ഈ മനുഷ്യൻ ഓരോന്നായിട്ട് പറയുകയാണ് എൻ്റെ ശരീരത്തിലോട്ട് വരാൻ. ഞാൻ എൻ്റെ അപ്പനെ പോലെ ആകേണ്ടതിനാണ് ഈ പരിപാടി. പക്ഷേ 1 മുതൽ അങ്ങ് 20 25 പേരുണ്ടെങ്കിൽ അവരാരും തന്നെ എൻ്റെ അടുക്കലോട്ട് കടന്നു വന്നില്ല എന്നുള്ളതാണ് സത്യം. രാത്രി 1 മണിയായപ്പോൾ എൻ്റെ അപ്പനോട് പറഞ്ഞ വാക്ക്, ഈ ചെറുക്കൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൻ്റെ വാക്ക്, എന്തോ കുഴപ്പം? അല്ല, ഈ ഇരിക്കുന്നവരാരും ഇവൻ്റെ അടുക്കലോട്ട് ചെല്ലുന്നില്ല. എൻ്റെ അപ്പൻ്റെ മറുപടി ചോദ്യം, കാര്യമെന്താണ്? അദ്ദേഹം പറയുകയാണ്, എനിക്ക് മനസ്സിലാക്കുന്നില്ല, ഞാനൊരു മറ പോലെ എന്തോ കാണുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിനകത്ത് കുറച്ച് മോശമായ വാക്കൊക്കെ വന്നു. കാര്യം, ഇയാളാര്, ഇയാൾക്ക് കഴിവില്ല എന്ന് ചിന്തിച്ചു. എൻ്റെ അപ്പൻ കുറച്ചും കൂടി കഴിവുള്ളവനാണെന്ന് ഞാൻ ധരിച്ചു. എന്നാൽ എൻ്റെ അപ്പൻ്റെ ആഗ്രഹം ഞാനൊന്ന് അനുഗ്രഹിച്ച് കാണണം എന്നുള്ളതാണ്. അപ്പൊ അപ്പൻ ചോദിച്ചു, നിങ്ങൾ കൊണ്ടുവന്ന ആരെങ്കിലും ഒരാളെ ഒന്ന് ഇങ്ങോട്ട് ഇവന്റെ ശരീരത്തിൽ കടത്തി വിടുമോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറയുകയാണ്, അവരാരെയും ഈ ചെറുക്കൻ താങ്ങുകയല്ല. എനിക്ക് 24 വയസ്സ് പ്രായം കഴിയും. പക്ഷേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ പറയാണ്, കുഴപ്പമില്ല, അവൻ താങ്ങിക്കോളും. ഞാൻ ഇന്നത്തേക്കാൾ അന്ന് ആരോഗ്യമുണ്ട്. ഇന്നെൻ്റെ ആരോഗ്യം പോയി എന്നാണ് പറയാൻ. അങ്ങനെ അവർ ശ്രമിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ദൈവങ്ങളിൽ ആരെങ്കിലും ഒരാളെ എൻ്റെ ശരീരത്തോട് വിടാൻ 5 പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഞാനും ഒരു അപ്പനും കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ 10 15 20 കിടക്കുന്നു എങ്കിലും എല്ലാവരും ഒന്നും കൊണ്ടുപോകാറില്ല. 4 5 പേരെ വിളിച്ചുകൊണ്ട് പോകും. ഒരാളെ വീട്ടിൽ ചെന്നിട്ട് അവരെ കാര്യം പറയാൻ വേണ്ടി ഒരാളെ വിളിക്കും. കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാം പറഞ്ഞു കൊടുക്കും. വേറെ 4 പേര് ഫ്രീയാ, കാര്യമില്ല, എല്ലാം പറയും. അങ്ങനെ ഈ മനുഷ്യന് ഇദ്ദേഹത്തിന്റെ ആൾക്കാരെ എല്ലാം വിടുകയാണ്. ഒരു 3-3:30 മണി വരെ ഇദ്ദേഹത്തിന്റെ ആൾക്കാരെല്ലാം ശ്രമിച്ചു. പക്ഷെ ഒരു ശക്തികളും എൻ്റെ ശരീരത്തിൽ വന്നില്ല. ഈ മനുഷ്യന്റെ അവസാനം ഞാൻ നോക്കിയപ്പോൾ മുറത്തിനകത്ത് കവടിയില്ല, ശംഖില്ല, വെറും മുറത്തിൽ കൈ കൊണ്ടിട്ട് ഇങ്ങനെ ആക്കുക. അദ്ദേഹത്തിന്റെ മൂട് തന്നെ നിലത്തുണ്ടോ എന്ന് സംശയിക്കുന്ന നിലയിൽ അദ്ദേഹം ഏറെ നിൽക്കുക. അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ കയറിയിരിക്കുക. അവസാനം മുറമൊക്കെ എടുത്ത് അടിച്ചു പറയാണ്, എന്നെ കൊണ്ട് പറ്റുകയല്ല ആശാനെ. എന്താ കാര്യം? അത് ഇവന്റെ അടുത്ത് ആരും ചെല്ലുന്നില്ല. അവിടെ എൻ്റെ അപ്പൻ ചോദിച്ചു, എന്താ കാര്യം? മന്ത്രവാദി, ഒരു മറയല്ലാതെ ഞാനൊന്നും കാണുന്നില്ല.
എന്താ മറ. എൻ്റെ അപ്പച്ചൻ പറയാണ്, ആ മറ വന്ന് വെളിപ്പെടുത്താമോ? അവിടെയാണ് ആശാനെ ഞാൻ തോറ്റു പോണത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കാം. മാറ്റിവെച്ചു, പരിപാടി മാറ്റിവെച്ചു. ഞാനും ഭയങ്കര നിരാശനായി. ഞാൻ അങ്ങ് നിൽക്കുക. എന്താണ് ഇപ്പം ഉള്ള ആൾക്കാർക്കൊക്കെ കാര്യം പറയാം. എൻ്റെ സങ്കടം വലുതായിരുന്നു. കുറേ ആയിരങ്ങൾ ചിലവാക്കിയതാ. പോട്ടെ. അത് കഴിഞ്ഞേച്ചിട്ട് 1-2 മാസം കഴിഞ്ഞ് കുണ്ടവൻ ഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വയലോരത്ത് ഞാൻ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പാലത്തിൻ്റെ ആ കൈവരി എന്നൊക്കെ പറയും, അവിടെ ഇരുന്നപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ വന്നേച്ചിട്ട് എന്നോട് ചോദിച്ചു, കുഞ്ഞെ നീ വായിക്കൂ? ഞാൻ പറഞ്ഞപ്പോൾ മലയാളം വായിക്കും. അന്നേരം തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു ട്രാക്റ്റ് എൻ്റെ കരങ്ങളോട് തന്നു. അദ്ദേഹം ഈ ട്രാക്റ്റ് എൻ്റെ കയ്യിൽ തന്നപ്പോൾ എൻ്റെ മുന്നോട്ട് നീക്കിയ ട്രാക്റ്റിലേക്ക് ഞാൻ പിടിക്കുന്നതും അദ്ദേഹം കൈവിടാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്നിലേക്ക് എന്തോ ചാടിക്കേറി. ഞാൻ പെട്ടെന്നൊന്ന് ശരീരം ഞെട്ടി. ഇയാളാരും മന്ത്രവാദിയാ, എനിക്കെന്തോ സംഭവിച്ചല്ലോ എന്ന് ചിന്തിച്ചു. അദ്ദേഹം അങ്ങ് പോയി. ആ മുഖം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നാൾ ഞാൻ കാണും. എനിക്കറിയത്തില്ല മനുഷ്യന്റെ മുഖം, ഇന്നും അറിയത്തില്ല. പൊക്കം കുറഞ്ഞ മനുഷ്യനാ. ഒരു തുണി സഞ്ചി സൈഡിലുണ്ട്. ഞാൻ ആ പുസ്തകം വാങ്ങിച്ച് കയ്യിൽ വെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് ഭാഗത്ത് ഒരു വ്യക്തി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നി. ചെവിയിൽ പറയുകയാണ്, മോനെ അത് തുറന്ന് നീ വായിക്ക്. ജീസസ്. ഞാൻ ആ പുസ്തകം തുറന്നു, വായിക്കുവാൻ ആരംഭിച്ചു. ഞാൻ മുഴുവനും വായിച്ചു. മുഴുവനും വായിച്ചു തീർന്നപ്പോൾ എൻ്റെ അരികിൽ നിൽക്കുന്ന ആൾ എന്നോട് പറയുകയാണ്, നീ സേവിക്കുന്നത് ദൈവത്തെയല്ല, ദൈവത്തെയല്ല. ഞാൻ ചിലപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, ആരാ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ അന്നും പോയി അമ്പലത്തില്, അന്നും എൻ്റെ കാര്യപരിപാടികളെല്ലാം ചെയ്തു. ദിവസങ്ങളും ആഴ്ചകളും ഞാൻ ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വീണ്ടും ഞാൻ ഈ പുസ്തകം തുറന്നു. ഏറ്റവും ഒടുവിൽ വിശ്വവാണി റേഡിയോ നിലയം 6:10 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 6:10 റേഡിയോ കൂടി ഈ പരിപാടി കാണും എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. പിന്നെ എനിക്ക് ഉറക്കമില്ല. ഞാൻ ഈ റേഡിയോ ഓണാക്കും, വേറെ എന്തൊക്കെ കേൾക്കുക. 6:10 KP യോഹന്നാൻ എന്ന് പറഞ്ഞ അന്നത്തെ പാസ്റ്റർ, ആ മനുഷ്യൻ ഒരു പാട്ടോടുകൂടി ആ വിശ്വവാണി തുറന്നു വയ്ക്കും. പിന്നെ എൻ്റെ പാസ്റ്ററും എല്ലാം ആ റേഡിയോ ആയിരുന്നു. ഞാൻ അത് എന്നും കേൾക്കും. ഒരു ദിവസം അതാണ് എൻ്റെ മാനസാന്തരം. 1993 ആണ്ട് 10-ാം മാസം 20-ാം തീയതി പ്രഭാതത്തിൽ അദ്ദേഹം 2 കത്തുകൾ വായിക്കുകയാണ്. ഒരാൾ കാട്ടാക്കടയിൽ നിന്നും മറ്റൊരാൾ വേറെ എവിടെ നിന്നും എനിക്ക് മറന്നുപോയി. ഒരു ക്യാൻസർ രോഗി, ഒരു ഹൃദയരോഗി സൗഖ്യമായെന്ന്. ഈ 2 രോഗികൾ സൗഖ്യമായത് റേഡിയോ കൂടി പ്രാർത്ഥിച്ചിട്ട്. അന്നേരം മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന രോഗമുള്ള ഭാഗത്ത് വലത് കരം വെച്ചിട്ട് കണ്ണടച്ചിരിക്കണം. അന്നേരം ഞാനൊരു കാര്യം ചിന്തിച്ചു. എൻ്റെ പൊന്നെ, എൻ്റെ മുതുകത്ത്, എൻ്റെ നടുവിന് ഭയങ്കര വേദനയാ. ഞാൻ മത്സരിച്ച് ചുമടെടുത്തതാ, വീഴുന്നുപോയി, നട്ടല് ചുരുങ്ങിപ്പോയി. അന്നൊന്നും ആരും ഒന്നും ചികിത്സിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വല്ലാത്ത വേദന. ഞാനിതുപോലെ ബെഞ്ചിൻ്റെ പുറത്ത് വന്നിട്ട് നടു വെച്ചിട്ട് മലർന്നിങ്ങനെ വളഞ്ഞു കിടക്കും, വേദന സഹിക്കാൻ കഴിയാതെ. എൻ്റെ മനസ്സിനകത്ത് ഇത്രയും പഴക്കമുള്ള വേദനയാണ്, ഇതൊന്നും പ്രാർത്ഥിച്ചാൽ മാറുകയില്ല. ഈ KP യോഹന്നാൻ ഉടനെ പറയുകയാണ്, നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങളുടെ രോഗത്തിന് ഇത്ര പഴക്കമുണ്ട്, ഇത് മാറത്തില്ല എന്നാ. യേശു നിങ്ങളെ സൗഖ്യമാക്കും, കരം വെക്കി, കണ്ണടയ്ക്ക്. എൻ്റെ അതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ അന്ന് ആരാധിച്ച ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ചിട്ടില്ല. കാര്യം കണ്ണടച്ചാൽ എറിയണ പൂ വല്ല വഴിക്കും പോകുന്നേ, കൃത്യമായിട്ട് എറിയണ്ടേ. അതുകൊണ്ട് കണ്ണടയ്ക്കാറില്ല. കണ്ണ് തുറന്നിരുന്നാണ് എല്ലാം പറയുന്നത്, നോക്കിയാണ് പറയുന്നത്, കണ്ണടച്ചിട്ടില്ല. 93-ാം ആണ്ടിൽ 10-ാം മാസം 20-ാം തീയതി ഞാൻ
ഈ രണ്ട് കണ്ണുകൾ യേശു ക്രിസ്തുവിന് വേണ്ടി അടച്ചു. എന്റെ ചെവിയും ശ്രദ്ധയും ഞാൻ ആ റേഡിയോയിലേക്ക് കൊടുത്തു. ആ മനുഷ്യൻ എന്താ പറയുകയാണ്? ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി സൗഖ്യമാകട്ടെ എന്ന് പറയുകയാണ്. രണ്ടാം പ്രാവശ്യം മനുഷ്യൻ പറയുകയാണ് ഈ ഹൃദ്രോഗി സൗഖ്യമാകട്ടെ എന്ന് പറയുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ യോഗത്താൽ ആ മനുഷ്യൻ മൂന്നാമത് നാവെടുത്ത് പറയുകയാണ്, കർത്താവേ, ഈ ഇരിക്കുന്ന സഹോദരന്റെ നടുവിന്റെ വേദന നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചുമരിച്ചാരിയിരുന്ന ഞാൻ 3 പ്രാവശ്യം മറിച്ചു മരിച്ചെന്ന് വീഴുന്നു. എന്നെ എന്തോട്ടോ കയറി പിടിച്ചു. ഞാൻ കരുതി ഈ റേഡിയോയിൽ നിന്ന് കറണ്ട് തന്നെ അടിച്ചു എന്ന് കരുതി ഞാൻ ചെന്നിട്ട് വേറെ വടി കൊണ്ട് കേബിളെല്ലാം നോക്കുക. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തടവി നോക്കി എവിടെയെങ്കിലും കമ്പി പുറത്തുണ്ടോ. എന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്തതാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോയി. അതിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു ഞാൻ വഴിക്ക് പോയി. 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ചിന്തയും അതേ റൈറ്റ് സൈഡിൽ വന്ന് നിൽക്കുകയാണ്, മോനെ നിനക്കിപ്പോ സൗഖ്യമുണ്ട്, സൗഖ്യമുണ്ട്, സൗഖ്യമുണ്ട്. ഞാൻ ആരേണ്ടേ പറഞ്ഞ മാതിരി ഞാൻ നിന്ന് ശരിയാണല്ലോ, എനിക്ക് സൗഖ്യമുണ്ടല്ലോ, ഇപ്പൊ നടുവിന് വേദനയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനൊന്ന് സന്തോഷിച്ചു. അടുത്ത നിർദ്ദേശം എനിക്ക് കിട്ടി, ഇതെല്ലാം നീ അദ്ദേഹത്തെ എഴുതി അറിയിക്കുക. ആദ്യമായി ഞാൻ ഒരു കത്തെഴുതുകയാണത് KP യോഹന്നാണ്. സാർ, ഞാൻ ഇങ്ങനെ ഒരാളാണ്, എനിക്കിങ്ങനെ സംഭവിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടേ? അദ്ദേഹം എനിക്കൊരു കത്തും ഒരു മാസികയും 7-ാം ദിവസം എൻ്റെ കയ്യിലെത്തിച്ചു. നിന്നെ ദൈവം സൗഖ്യമാക്കി മോനെ, നീ അടുത്തുള്ള പെന്തക്കോസ്ത് പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കണം. പെന്തക്കോസ്ത് എന്ന് കേട്ടാൽ അലർജിയാണ്, പെന്തക്കോസ്തുകാരെ ഇഷ്ടമല്ല. പെന്തക്കോസ്ത് ദൈവദാസന്മാരെ ആയാലും പെൺപിള്ളേരായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് സന്തോഷമാണ്. അവരെന്തൊക്കെ ഇഷ്ടമായി ഞാൻ പറയും, എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും, അതെൻ്റെ ഒരു സന്തോഷമാണ്. ദി സൗത്ത് ഇന്ത്യ അപ്പോസ്തല ദൈവസഭ ജെരമ്യാ സുന്ദരം ദൈവദാസന്റെ ബ്രാഞ്ച് സഭ പേയാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ ശുശ്രൂഷിക്കുന്നത് രാജു എന്ന് പറയുന്ന ദൈവദാസനാണ്. ഞങ്ങളുടെ നാട്ടുകാരനും അറിയുന്ന ആളുമായതുകൊണ്ട് അണ്ണ എന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ട് അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ഒരു വെള്ള മുണ്ടും വെള്ള ചുപ്പയുട്ടുകൊണ്ട് അതുവഴി കടന്നുപോയി. ആ മനുഷ്യന് പോയപ്പോൾ ഇത് സംഭവിക്കുന്ന ഉന്നയാണ്. അന്നേരം ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു, കിണർ വെട്ടുന്ന ആൾക്കാർ കൂടെ നിൽക്കുകയായിരുന്നു. രാജു അണ്ണ എന്തോടാ, ഒന്ന് ഇങ്ങോട്ട് വരാമോ എൻ്റെ അടുക്കൽ? അദ്ദേഹം നടന്ന് എൻ്റെ അടുക്കൽ വന്നു. എവിടെ പോകുന്നു അണ്ണ? അത് ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു പള്ളിയില്. ഞാൻ പറഞ്ഞു, എവിടെയാ പള്ളി? അപ്പുറത്തെ യേശുദാസ് അണ്ണൻ്റെ വീട്ടിലെ പള്ളി. ആ, ഞാൻ പറഞ്ഞു, നാട്ടിലെല്ലാവരും ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകണം എനിക്കറിയാം, പക്ഷെ നിങ്ങളെ പോലെ ഉള്ളവർ ഈ വെള്ളിയാഴ്ചയും കൂടെ കണ്ടുപിടിച്ചിരിക്കുന്ന എന്തിനെന്നറിയാമോ? എന്തിനാടാ? ആ, അന്നലെ ആണുങ്ങൾ വീട്ടിലില്ലാതിരിക്കത്തുള്ളൂ, അന്ന് പെണ്ണുങ്ങൾ മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്, സൂക്ഷിക്കണം. അദ്ദേഹത്തിന് ചങ്ക് പറഞ്ഞു പോയി. ആ മനുഷ്യൻ ഒരു നിമിഷം സ്തംഭിച്ച് നിന്നിട്ട് എൻ്റെ തോളിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, വെള്ളിയും ശനിയും ഞായറും തിങ്കളും ചൊവ്വയെല്ലാം ദൈവം നിന്നെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. ഇന്ന് ശനിയാഴ്ച. ഹല്ലേലൂയ! ദൈവകൃപ രക്ഷിക്കപ്പെടുവാനിടയായി. എന്റെ ദൈവം എന്നെ സ്നേഹിച്ചു, എന്നെ വിളിച്ചു. ഈ കത്തിന്റെ അല്ലെങ്കിൽ ഈ ദൈവദാസന്റെ കത്തിലൂടെ എഴുതിയ കാര്യം മനസ്സിലാക്കിയിട്ട് എന്തായാലും ഞാൻ തീരുമാനിച്ചു പള്ളിയിൽ പോകാം. അടുത്തുള്ള ഒരു ആന്റി, പേര് ബേബി, കണ്ണാടി വെച്ചത് കൊണ്ട് കണ്ണാടി ബേബി, നാട്ടിനകത്തൊരു പേരുണ്ട്. കണ്ണാടി ബേബിയുടെ വീട്ടിൽ പോയി. ഞായറാഴ്ച രാവിലെ, എന്തെടാ നീ വന്നത്? ആന്റി, ഞാനും കൂടെ പള്ളി വരുന്നു. പോടാ, രാവിലെ കളിക്കാതെ, എന്നെ വിശ്വസിക്കില്ല. പൊതുവഴിയിലറ്റത്താണ് അമ്പലം. അവിടെ 200 കൂടി കുറി അടിച്ച് തോർത്തുകൂടെ നിൽക്കുന്ന ഞാൻ ഇന്നലെ നാളെ പറയുകയാണ്, ഞാനും വരുന്ന, ആരും വിശ്വസിക്കാൻ. എടാ നീ പൊക്കോ, ചുമ്മാ രാവിലെ കളിക്കാൻ സമയമില്ല. ആന്റി പോയി. ഒരു 10 മിനിറ്റ് തിരിച്ചു വന്നു, പുറത്തിറങ്ങി. എന്ത് പിള്ളേ പോയില്ലേ? ഞാൻ പറഞ്ഞു, ഞാനും കൂടെ പള്ളി വരുന്നു. എത്രയോ തരക്കാരിവിടെ ഉണ്ടടാ. ഈ ആന്റി അങ്ങ് വിട്ടേക്ക്, നീ നിന്റെ പാട്ടിന് പോകുഞ്ഞേ എന്ന് പറഞ്ഞ് അവരെന്നെ പിന്നെയും തള്ളിക്കളഞ്ഞു. 3ാമത് ആന്റി വെളിയിൽ വന്നത് ഉടുത്തൊരുങ്ങി
ദൈവവേദ പുസ്തകം ഒക്കത്ത് വെച്ചോണ്ടാ. നീ പോയില്ലടാ, ഞാനും കൂടി പള്ളി വരുന്നു. സ്തോത്രം. ആന്റിയുടെ മറുപടി, ആർക്ക് വരാം, ആർക്ക് വന്നൂടാ, ആർക്കും വരാം, ആർക്കും വരാം, ആർക്കും വരാം. അങ്ങ് പോവുക, എന്നെ കൂട്ടിയില്ല, ആർക്കും പള്ളി വരടേ എന്ന് പറഞ്ഞ അവരങ്ങ് പോയി. ഈ വീഡിയോ ഇരിക്കുന്ന അത്രയിൽ എന്തിന് ഈ ആന്റിയും ഞാനും കൂടി കുരിശുമുട്ടത്തിൽ നിന്ന് പള്ളിമുക്ക് വരെ നടന്നു. അവരെന്നെ കൂട്ടിയില്ല, സംസാരിച്ചില്ല. പള്ളിമുക്ക് ജംഗ്ഷനിൽ വന്നിട്ട് പിറയിലോട്ട് പോകണം. അവിടെയാണ് അസംബ്ലീസ് കോഡ് ചർച്ച്. പക്ഷെ റോബർട്ട് എന്ന് ദൈവദാസൻ ശുശ്രൂഷിക്കുകയാണ്. ഈ പള്ളിമുക്കിലാണ് ഞങ്ങളുടെയൊക്കെ താവളം. എല്ലാ അതിക്രമങ്ങളും ഉണ്ട്, എല്ലാ കൂട്ടുകാരും വരും. ആ ജംഗ്ഷൻ കഴിഞ്ഞ് ആന്റി കയറിപ്പോയി, ഞാനും ക്രോസ് ചെയ്ത് കൂടെ പോയി. ഒരു 30 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ പതിയെ നോക്കി, ഞാനുണ്ട്. നേരെ നോക്കി, ഞാൻ വരുന്നു. ആന്റി അങ്ങ് നിന്നു. അടുക്കച്ചെന്ന് ചോദിച്ചു, നീ വാസ്തവമായി പള്ളി വരുവാനോടാ? ഞാൻ പറഞ്ഞ ഞാൻ വാസ്തവമായി പള്ളി വരിക. ഒറ്റ പിടി പിടിച്ച് തോളയിൽ. പിന്നെ വിട്ടില്ല. മക്കളെ, ഞാൻ കരുതി നീ എന്നെ നാണിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയെന്നാ. ഞാൻ പറഞ്ഞില്ലമ്മ, ഞാനും വരുന്നു. ഞാൻ ആന്റിയുടെ കൂടെ അസംബ്ലീസ് കോഡ് ചർച്ചിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ആ പടിയിൽ അവിടെ എത്തിയപ്പോ ആന്റി പറഞ്ഞു, മക്കൾ കയറി വാ. അവര് മുന്നേ കയറി. ഞാൻ ചെരുപ്പ് ഊരി വെച്ചേച്ചിട്ട് എൻ്റെ കൈ കൊണ്ട് പടിയെ തൊട്ട് കണ്ണേ വെച്ചേച്ചിട്ട് ചാടിക്കേറി. അമ്പലത്തിൽ കയറുന്ന ഇങ്ങനെയാണ്, അടി തൊട്ട് തൊഴുതാ കയറുന്നത്. ഞാനും കയറിയ വഴിക്ക് ആ ചുമരിൽ തന്നെ വാതിൻ്റെ അവിടെ ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആരാ നടക്കുന്നു എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഈ സാക്ഷിക്ക് സമയമായപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നിരന്ന് പറയുക. എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ സഹോദരൻ വരെ പറഞ്ഞു, ഇങ്ങനെ കറങ്ങി വരിക. ഞാൻ നോക്കിയപ്പോൾ ഒരാളില്ലാതെ എല്ലാവരും എഴുന്നേറ്റ് സാക്ഷി പറയുക. ഇപ്പൊ എൻ്റെ മനസ്സിന്റെ ധാരണ, ഇങ്ങനെ വന്നവരെല്ലാം എഴുന്നേറ്റ് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുത്തത്തില്ലെന്ന്. അപ്പൊ ഞാൻ എഴുന്നേറ്റിരുന്നുണ്ട്, എന്തോ രാഷ്ട്രീയ കാര്യം പറഞ്ഞു. പാസ്റ്റർ ഇതാണ് മാനസാന്തരം. പാസ്റ്റർ പറയുക, കണ്ട ഇന്ന് വന്നവൻ സാക്ഷി പറഞ്ഞു, അതാണ് മാനസാന്തരം. എവിടെ വല്ല മാനസാന്തരം ഉണ്ടോ? മാനസാന്തരം എന്നറിയത്തില്ല. അവിടെ ഇരുന്നു. എന്നോട് വിരോധം തോന്നരുത്, എൻ്റെ ഹൃദയം നിറച്ച് ജാതിച്ചിന്തയുണ്ടായിരുന്നു. ഞാൻ പിറ്റേ ആഴ്ച പോയി. ഒരു മനുഷ്യനവിടെ വന്നു, ഗസ്റ്റായിട്ട് ഞായറാഴ്ച. ആ മനുഷ്യൻ എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ SNDP രക്ഷിക്കപ്പെട്ട ആളാണ്. എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ളവൻ പള്ളി പോകൂ, കെട്ടൊന്നഴിഞ്ഞ്. പിറ്റേ ആഴ്ച പോയി. സുമുഖനായ മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ നായർ സമുദായത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണ്. ഇവരും പള്ളി പോകൂ. അവിടെ നായർ സമുദായത്തിൽപ്പെട്ടവരും പള്ളി പോകൂ. കർത്താവ്, ഇത് എന്ത് പരിപാടിയാ? എനിക്ക് മനസ്സിലായില്ല. എൻ്റെ കെട്ടടിക്കണ്ടേ? കെട്ട് രണ്ടടിഞ്ഞ്. 4-ാമത്തെ ആഴ്ച പോയി. 3-ാമത്തെ ഗസ്റ്റ് എനിക്ക് വേണ്ടി ദൈവം അയച്ചതാ. താടിയെല്ലാം വെച്ച് വെള്ളരിപ്പഴം പോലിരിക്കുന്ന സുമുഖനായൊരു മനുഷ്യൻ എഴുന്നേറ്റ് പറയാ, ഞാൻ ബ്രാഹ്മണനാ. ബ്രാഹ്മണ, ക്ഷത്രിയൻ, വൈശ്യൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സവർണജാതിക്കാരൻ. ഞാൻ നോക്കി, ഇവരൊക്കെ ദൈവത്തെ യേശോപ്പച്ചാ നീ ആര്? സർവജാതിയിലും പെട്ടവരെ, സർവഗോത്രത്തിലും പെട്ടവരെ, നാനാജാതിയിലും പെട്ടവരെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ ക്രിസ്തു മാത്രമാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരുവൻ, എന്റെ നാഥൻ ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ, അവളെ കൊച്ചു നല്ല പ്രായത്തിൽ ഈ ദേശം മുഴുവനും കൺവെൻഷൻ പാടുന്നവളാ. കയറാത്ത സ്റ്റേജില്ല. പഴയ കാലത്തുള്ള എല്ലാ വമ്പൻ പാസ്റ്റർമാരുടെ സ്റ്റേജിലിരുന്ന പാടിയ ആളാണ്. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി ചുമ്മാ പാടിക്കാൻ പറഞ്ഞു.
ഇപ്പം കൺവെൻഷന് പോകുമ്പോൾ ഇയാൾ ഒരു പാട്ട് പാടും. ആ ദൈവദാസന്മാർ നിർദ്ദേശപ്രകാരം പാടുന്നതാ. കല്ലുകെട്ട മരങ്ങളും കൊണ്ടു ചില രൂപം തീർത്ത്, കല്ലുകെട്ട മരങ്ങളും കൊണ്ടു ചില രൂപം തീർത്ത്, കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം. കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം. ഏക സത്യദൈവമേ ഉള്ളൂ. ആരാ? ഭൂവാസികളെ, ഏക സത്യദൈവമേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് പാടി തിമർക്കുമ്പോൾ കുറേ പേരൊക്കെ രക്ഷിക്കപ്പെടും. അങ്ങനെയാ ഇന്നത്തെ പാട്ടൊക്കെ രക്ഷിക്കപ്പെടും ആൾക്കാർ. പറഞ്ഞു വരുന്നത് ഈ ദൈവം വലിയ ദൈവം. അങ്ങനെ അന്ന് കേറിയതാ, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. അന്ന് കേറിയതാ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പുറത്തിറങ്ങി. സഹോദരന്മാരൊക്കെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിൽ ഒരുത്തൻ എന്നോട് പറഞ്ഞു, എങ്ങനെ പറയാൻ കാരണം, ഞാനിങ്ങനെ ദൈവത്തില്ലാത്തവരായി ജീവിച്ചപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നമുക്ക് പരിചയക്കാരുണ്ടല്ലോ ബന്ധുക്കളായിട്ട്. അതാണായാലും പെണ്ണായാലും ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ മോശമായ വാക്കുകളൊക്കെ കയറി വരാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് കേൾക്കുന്ന എനിക്കൊരു ബുദ്ധിമുട്ടായി മാറിയപ്പോൾ ഇവർക്ക് മനസ്സിലാകത്തില്ല ഞാൻ ഒരു ദൈവപൈതലാണെന്ന്, ഇവർക്ക് അറിയത്തില്ല ഞാൻ ഒരു ദൈവപൈതലാണെന്ന്. അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായിട്ട്, കർത്താവേ, ഈ നാട്ടുകാരും കൂട്ടുകാരൊക്കെ ഞാനൊരു ദൈവ പൈതൽ എന്ന് അറിയേണ്ടതിന് ഞാൻ എന്താ ചെയ്യേണ്ടേ? അന്ന് ലൈവായി സംസാരിക്കുക. കർത്താവ് ഒരു വെളിപ്പാട് തന്ന്. എൻ്റെ ദൈവദാസൻ ഭയങ്കര സൗന്ദര്യമാണ്, നല്ല വെളുത്തിട്ട മനുഷ്യനാണ്, നല്ല വെളുപ്പാ, സിനിമ നടനെ പോലെ ഇരിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന മുഖമാണ് കണ്ടത്. അപ്പോൾ എൻ്റെ മെമ്മറിയിൽ കത്തി ഷേവ് ചെയ്യണം. ഇപ്പം നല്ല കട്ട മീശയൊക്കെ ഉണ്ട്, നല്ല താടിയൊക്കെ ഉണ്ട്, ചീപ്പ് കടക്കാൻ കഴിയാത്ത മുടിയായിരുന്നു എനിക്ക്. സ്വതന്ത്രം അത്ര നിരുക്കുമായിരുന്നു. അപ്പം അതേ ഒന്നുമില്ല. സ്വതന്ത്രം അല്ലേ? അതിന് പ്രായമായ എൻ്റെ കുഴപ്പമാണ് സ്വതന്ത്രം. അപ്പോൾ ഞാൻ ചെയ്ത അപ്പച്ചൻ്റെ ഷേവിങ് സെറ്റും ബ്ലേഡൊക്കെ മോട്ടിച്ചെടുത്തുണ്ടെന്ന് വീട്ടിൻ്റെ വടക്കുവശത്ത് ഒളിച്ചു നിന്ന് മുഴുവനും മാറ്റി. എനിക്ക് എന്നെപ്പോലെ സൗന്ദര്യമുള്ളവൻ ഇന്നയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആ ദൈവത്താലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഞാൻ ഭയങ്കര അഴകുള്ളവനപ്പോൾ എനിക്കങ്ങ് തോന്നി. നാട്ടുകാർക്കൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചന്തവും കൊണ്ട് പേയാട് ജംഗ്ഷനിലോട്ട് വന്ന്, ചന്തമുണ്ടോ ഞാൻ ഇപ്പോൾ, അങ്ങനെ വന്ന് നിന്നപ്പോൾ ഒരു സഹോദരൻ എന്ന് പറഞ്ഞ ഒരു സ്നേഹിതൻ, അവൻ ഇങ്ങോട്ട് വന്നിട്ട് മടത്തും കെട്ടിയിട്ട് എന്ത് കോലമാണായത്? ഞാൻ ചിരിച്ചു. അപ്പം ആ കാലത്ത് ഈ പുത്തരിക്കണ്ടം, കിഴക്കേക്കോട്ട, തമ്പാനൂര് ആ ദേശവും ആ പുത്തരിക്കണ്ടവും മൈതാനമൊക്കെ ഈ മോശമായ സ്ത്രീകളെ കൊണ്ട് ഇങ്ങനെ ഈ 4 മണി കഴിഞ്ഞ് നിറയുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊന്നും നിങ്ങൾക്കറിയത്തില്ല, അല്ല എന്താ എല്ലാവർക്കും അല്ല, തൃശ്ശൂർക്കറിയായിരിക്കും. അങ്ങനെ ഒരു മോശമായ ഒരു കാലം അന്നുണ്ടായിരുന്നു ആ ദേശത്ത്. ഇവൻ പറയുകയാണ്, കൊള്ളാടേ, കാണാൻ കൊള്ളാം, ഇനി നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ വന്ന് ഞങ്ങളൊപ്പം ചേരണ്ട, നിനക്ക് പോവാൻ പറ്റൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഒരു 4 മണിയാകുമ്പം ഈ ഇവിടെ നിന്ന് ബസ് കിട്ടും, നേരെ പൊക്കോണം പുത്തരിക്കണ്ടത്ത്. നിനക്ക് പരുവപ്പെട്ടതെല്ലാം അവിടെ വരും. ഇവൻ ചോദിക്കുക, കല്ലേലെറിഞ്ഞ ബോള് പോലെ അതെന്റെ അങ്ങ് തിരിച്ചുപോയി. കരയാൻ തോന്നിയില്ല. ഞാൻ സ്വീകരിച്ചിരുന്ന മാർഗത്തിൽ നിന്നും വന്നപ്പോൾ ഇതാണ് എൻ്റെ അനുഭവമെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയുമോ? പക്ഷെ നിന്നെങ്കിൽ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഞാൻ ചിരിച്ചു കളഞ്ഞു. ഞാൻ ശരിയാകട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ സഭയിൽ നിന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ സഹോദരി നാടാകത വെങ്ങാരൂർ വെണ്ണീരിലോട്ട് ഞാൻ ചേക്കേറി. അത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞവന് എന്തോ ഒരു അസുഖം പിടിച്ചു. പോകുവാൻ ആശുപത്രിയില്ല. ഗവൺമെന്റ് ആയുർവേദ കോളേജ് അവിടുത്തെ ഡോക്ടർ ഗീത വിളിച്ചു പറഞ്ഞു, നിനക്ക് കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ചെയ്തു. അവന് കുഷ്ഠരോഗം വന്നു. അവൻ്റെ അമ്മാവിയമ്മ പെരൽക്കുട താമസിക്കുന്ന സ്ത്രീ അവസാനം കുഷ്ഠരോഗം എന്ന് കേട്ടപ്പോൾ വിളിച്ചു കൊണ്ടുപോയി
ഇതുപോലെ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അവിടെ പോകുന്ന ചർച്ചയ്ക്ക് കൊണ്ടുവന്ന പാസ്റ്റർ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അവന് സൗഖ്യമുണ്ടായി. ഹല്ലേലൂയ. നിങ്ങളെ തൊടുന്നവർ നിങ്ങളെയല്ല, ജീസസ്. എന്നെ അറിയുവാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ അറിയുവാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. ഹല്ലേലൂയ. നമ്മെ നടത്തുവാൻ സർവശക്തനായ ദൈവം നമുക്കുണ്ട്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. അങ്ങനെ കൃപയാ രക്ഷിക്കപ്പെടുവാനിടയായി. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമായി നടക്കുന്ന ഉപവാസ പ്രാർത്ഥന 3 ദിവസം. അതൊരു ഓലഷെട്ടാണ്, ദി സൗത്ത് ഇന്ത്യ അപ്പോസ്തലിക് അപ്പയുടെ സഭ ബ്രാഞ്ച്. ഞാൻ ഇവിടെ നിന്ന് മാറി. അത് വേറൊരു കാര്യം. സഹോദരൻ, അപ്പോൾ എന്റെ ദൈവദാസൻ പാസ്റ്റർ ജോയി ജോസഫ് എന്ന് ചോദിക്കുകയാണ്, സഹോദര, നിനക്ക് സുവിശേഷ വലിയ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് പാസ്റ്റർ, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ എണിച്ചു വാ. എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി. 10-75 ആൾക്കാർ വരും. എല്ലാവരും കരം ഉയർത്തി ഇവന്റെ നേരെ പിടിച്ചിട്ട് പ്രാർത്ഥിപ്പി. ഞാൻ ഇവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയും ഞാനില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിക്കുവാനും ഞാൻ പ്രാർത്ഥിച്ചു വേർതിരിക്കുകയാണ്. അദ്ദേഹം, എനിക്കൊന്നും മനസ്സിലായില്ല. യേശുവിന്റെ അമ്മയുടെ പേരെന്താ എനിക്കറിയില്ല. എന്നെ പിടി ശുശ്രൂഷകരാക്കുകയാണ് ഈ ദൈവദാസൻ. എന്താ സംഭവിച്ച് എനിക്കും അറിയത്തില്ല സാറേ. പക്ഷേ എന്നെ പ്രാർത്ഥിച്ചാക്കി ഞാൻ അവിടെ പോയിരുന്നപ്പോൾ 23 വർഷം രക്ഷിക്കപ്പെട്ട സഹോദരൻ, കാനറ ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്, എന്നെ ചോദിക്കുകയാണ്, 23 വർഷം കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുക. ഇന്നലെ വന്ന നിന്റെ ശരീരത്തിലല്ലേ, നിന്റെ തലയിലല്ലേ തൈലക്കൊമ്പ് വിടുന്നത്? അപ്പൊ ഞാനൊരു കൊമ്പെന്ന് കേട്ടു, തൈലമെന്ന് കേട്ട് കാര്യം പിടികിട്ടിയില്ല. അറിയത്തില്ല സാറേ. അതും കഴിഞ്ഞു പോയി. അവിടെ അന്ന് ഞാൻ എൻ്റെ ദേശത്ത് നിന്ന് അവിടെ നിൽക്കാൻ കഴിയാതെ, വീട്ടിൽ നിൽക്കാൻ കഴിയാതെ എനിക്കൊരു കുഞ്ഞുണ്ടായി. മോഹൻ 2.25 വയസ്സായപ്പോൾ, 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അടുത്ത് ഗർഭിണിയായ എൻ്റെ മോള് ഇന്ന് കല്യാണം കഴിച്ച് കൊടുത്തേക്കുക. ആ മോളെ ഗർഭിണിയായ സമയത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. പള്ളിമുക്കിൽ ജോയി സാർ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ക്ലർക്ക്, അദ്ദേഹത്തിന് ഒരു വലിയ വീടുണ്ടായി. അദ്ദേഹം ആ വീട് ഓടിട്ടതായിരുന്നു. അദ്ദേഹം വലിയൊരു ടെറസ് വെച്ചു, അങ്ങോട്ട് മാറി. ഈ ടെറസ്, ഈ ഓടിട്ട വലിയ വീട്ട് എൻ്റെ ചർച്ചിലെ സെക്രട്ടറി വാടകയ്ക്ക് എടുത്തു. ആ വീടിനൊരു വിറക് വെക്കുകയും തീ കത്തിക്കുകയും ചാരമിടുകയും ചെയ്യുന്ന ഒരു മുറി. ഒരു സൈഡിൽ വിറകിടാം, മറു സൈഡിൽ കത്തിക്കാം. അത് ഈ വലിയ വീട്ടിൻ്റെ വർക്ക് ഏരിയ അല്ലേ സാറേ, വർക്ക് ഏരിയ. അന്നേരം ഞാൻ ഈ ബുദ്ധിമുട്ടിട്ട് ചെന്ന് ചോദിച്ചു, സാറേ ഈ വീട് എനിക്ക് വാടകയ്ക്ക് തരുമോ? ഞാൻ വാടക തരാം. എടാ കൊച്ചേ, ഇത് വീടല്ല, ഇതാ വീട്ടിന്റെ അടക്കള ഭാഗമാ. ഇവിടെയാ കഞ്ഞി വയ്ക്കുന്നത്, ഇവിടെയാ വിറകിടുന്നത്, ഇവിടെയാ ചാരമിടുന്നത്. ഞാൻ പറയും, കുഴപ്പമില്ല സാറേ, ഞാൻ വൃത്തിയാക്കി കിടന്നോളാം. അയ്യോ, അതാ നിനക്ക് വീടുണ്ടല്ലോ. ഞാൻ പറഞ്ഞ്, അല്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പച്ചൻ്റെ പൂജയും കാര്യം പറഞ്ഞ് വിട്ടിട്ടില്ല. അല്ലെ കുഴപ്പമില്ല, എന്നാ പിന്നെ നീയൊക്കെ ഉണക്കി എടുത്തോ. ഞാൻ ചെന്ന് ആ ചാരമൊക്കെ വാരിക്കളഞ്ഞിട്ട് അടക്കള ഭാഗം വൃത്തിയാക്കി എൻ്റെ വീടാക്കി മാറ്റി. എനിക്കെന്തോ സന്തോഷം. ഞാൻ പറഞ്ഞു തന്നത് 50 രൂപയാണ് വാടക. എന്നെ പറഞ്ഞ്, കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അവിടെ താമസിക്കാൻ കയറി. അന്ന് രാത്രി ഞാൻ പായിട്ടിട്ട് പ്രാർത്ഥിക്കിരുന്നപ്പോൾ പെട്ടെന്നൊരു തീ വന്ന് വീഴുന്നു. സ്വന്തമായി വീടുണ്ട്. എൻ്റെ ഭാര്യ ഞാൻ കെട്ടിക്കൊണ്ടത് അവിടെയാ. ഞാൻ എന്തിനാ ഇപ്പോൾ ഒരുത്തൻ്റെ വീട്ടിൻ്റെ വടക്കളേക്കാണ് കിടക്കുന്നത്? ഈ നാമത്തെയോ നോക്കിയിട്ടാണോ? എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്നെ ഒന്ന് ഓർക്കണം. ഞാൻ കരഞ്ഞ അതേ മാസം, അതേ മാസത്തിൽ പിറ്റേ ആണ്ടിൽ വെങ്ങാനൂർ ദേശത്ത് എനിക്ക് 5 സെന്റ് വസ്തുവും ഒരു വീടും ഒക്കെയായി.
സങ്കടമില്ല. അതിനകത്ത് ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു, എല്ലാം ദൈവം മാറ്റി. ഒരുപാട് വേദനകളുണ്ടായിരുന്നു. വിശ്വാസം നിൽക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ ആയിരിക്കാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടെന്ന് വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളാണ്. മിക്ക സാധനങ്ങളും കടം വാങ്ങുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതൊക്കെ കർത്താവ് തന്നെ മാറ്റി. ഞാൻ പറയാം സ്തോത്രം. എന്നാൽ അങ്ങനെ ഇവിടെ മാറിയതിന് ശേഷമാണ് ഞാൻ വെണ്ണിയൂർ താമസിക്കുമ്പോഴാണ് ദൈവാത്മാവ് 2000 ദർശനം തന്നിട്ട് പൂങ്കളം ദേശത്ത് കല്ലടിച്ച മൂല എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയത്. അവിടെ ഇപ്പോൾ ആയിരിക്കുന്നു. ദൈവം നമ്മളെ വളരെ അനുഗ്രഹിച്ചിരിക്കുന്നു. 50 പൈസ കൊടുത്താൽ മതി എൻ്റെ ചെറുപ്രായത്തിലൊരു സൈക്കിൾ 1 മണിക്കൂർ ചവിട്ടാൻ. 50 പൈസ പോലും ഇല്ല. വാടകയ്ക്ക് എടുക്കാൻ 50 പൈസ ഇല്ല. ഞാൻ ചെറുപ്പത്തില് പല വർക്ക്ഷോപ്പിൽ നിന്നും ബൈക്കിന്റെ ചാവിയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് പാൻസിന്റെ ഇവിടെ ഇങ്ങനെ തൂക്കിയിടും, ഇൻഷെറ്റൊക്കെ ചെയ്ത് നടക്കും. ഈ ചാവി കാണുമ്പോൾ പിള്ളേര് കരുതണം ഈ പയ്യൻ എന്തോ ഉണ്ട്, ആ ബൈക്കുണ്ട്. അപ്പൊ നമുക്കൊരു വില കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നൊരു കാലമുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ ആ സ്ഥാനത്ത് സ്വന്തമല്ലാതെ വല്ല വർക്ക്ഷോപ്പിലെ തുരുമ്പെടുത്ത ചാവിയും കൊണ്ട് നടന്ന സമയത്ത് കർത്താവ് ഇന്ന് സഞ്ചരിപ്പാൻ വാഹനങ്ങളും നല്ല ആഹാരവും നല്ല വസ്ത്രമൊക്കെ തന്നേച്ചിട്ട് ഒരു നല്ല ജീവിതത്തിൽ കടന്നു വരുവാൻ സഹായിച്ചു. അപ്പനൊരു കൂലിപ്പട്ടാളക്കാരനായിരുന്നു. കുറേ സ്വത്തൊക്കെ ഉണ്ടാക്കി. 4 ചേച്ചിമാരുണ്ട്, ഒരു ജ്യേഷ്ഠനുണ്ട്, ഞാൻ 6 പേര്. പക്ഷെ ഞാൻ ഒറ്റ വാക്കിൽ അതിനെ പൂരിപ്പിക്കുകയാണ്, എല്ലാവർക്കും അപ്പൻ്റെ സ്വത്ത് കിട്ടി. ഇല്ല, എനിക്ക് മാത്രം ഒന്നുമില്ല. എന്താണ് കാര്യം ചോദിക്കരുത്, അത് പറയാൻ മാനസിക പൊരുത്തമില്ല. അബ്രഹാം പറയുന്നു, നീ എന്നെ വലിയവനാക്കിയെന്ന് പറയരുത്. നമ്മെ വലുതാക്കുന്നത്, നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിന് വേണ്ടി ആര് നിലനിൽക്കുമോ അവരെ ഉയർത്തും. ഞാൻ ഒരു കൂലിവേലക്കാരനായിരുന്നു ദൈവമക്കളെ. എനിക്ക് ഉദ്യോഗമൊന്നുമില്ല. ഉദ്യോഗം രാജിവെച്ചവനല്ല, കൂലിവേല രാജിവെച്ചവനാ. കൂലിപ്പണി രാജിവെച്ചിട്ട് കർത്താവിന് വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ബന്ധുക്കൾ ചുറ്റുപാടുള്ളവർ ചോദിച്ചു, ഇയാൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല, ഈ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിഞ്ഞൂടാ, ഈ കുട്ടികൾക്ക് എന്താ ആഹാരം കൊടുക്കുമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ മോളെ ഞാൻ PG വരെ പഠിപ്പിച്ചു. PG കഴിഞ്ഞ ആളാ. മോൻ BCom വരെ പഠിച്ചു. സ്തോത്രം. കമ്പ്യൂട്ടറെല്ലാം പഠിച്ചു. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുക. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളോ അവരുടെ തലമുറകളോ ചോദിച്ചു, എങ്ങനെയാ ജീവിക്കുക, നാളെ ഈ പൊങ്കച്ചന് കല്യാണം വരുമ്പോൾ എങ്ങനെ കെട്ടിച്ചയക്കും? പ്രൈസ് ഗോഡ്. 1 ലക്ഷം രൂപയ്ക്ക് താഴോട്ടല്ലാതെ കുടുംബത്തിലെ ആരും വിവാഹത്തിന് സംഭാവനകൾ സ്വീകരിച്ച് ഒരുമിപ്പിച്ചിട്ടില്ല. എല്ലാം കൂടി സംഭാവന കിട്ടിയ 1 ലക്ഷത്തിന് താഴോട്ട് 60,000 70,000 രൂപയ്ക്ക് അകത്തേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മകളെ കല്യാണത്തിന് കിട്ടിയ 4.25 ലക്ഷം രൂപയാണ്. സർവ്വ ചെലവും പോയിട്ട് 90,000 രൂപ എൻ്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്നു. എന്നെ നടത്താൻ ദൈവത്തിന് നിൽക്കുവോ? ദൈവത്തിന് വേണ്ടി നിൽക്കുവോ? ദൈവത്തിന് വേണ്ടി നിൽക്കുവോ? എന്തോ കൊടുക്കുമെന്നാ ചോദിച്ചേ. എൻ്റെ മകൾക്ക് എൻ്റെ വീടും സ്ഥലമൊക്കെ എഴുതി കൊടുത്തേച്ചിട്ട്, മാന്യമായ സ്ത്രീധനത്തുകയും കൊടുത്തേച്ചിട്ട് ഒരു കാറും കൂടെ വാങ്ങിച്ചു കൊടുത്തു. സ്തോത്രം. ഞാൻ ഒറ്റ വാക്കി പറയാം, എനിക്ക് 5-6 പാത്രമല്ല അതൊരു ആലമാര പോലും കിട്ടിയിട്ടില്ല, അറിയൂ. അങ്ങനെയുള്ളവനാ ഞാൻ. ഒരു അലമാര പോലും സ്വന്തമായി കിട്ടാത്തവനാ. വിഷമമൊന്നുമില്ല, പക്ഷെ എനിക്ക് കിട്ടി. ഞാൻ പറയാം, ഒരുവൻ വായിൽ നിധി കണ്ടു. ആ നിധി കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ചെന്ന് മറച്ചിട്ടു. എന്നിട്ട് ചെയ്തത് തനിക്കുള്ളതെല്ലാം വിറ്റു.
ഒരുപാട് നഷ്ടമുണ്ട് സാറേ, ഒരുപാട് നഷ്ടങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ പോയി. നിന്നിരുന്നെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു ഒരു പങ്ക് ഷെയർ. നിന്നില്ല, കിട്ടിയില്ല. കേസ് പറയാമേ, അവകാശം പിടിക്കാമേ, എനിക്ക് നിൽക്കാം. ചങ്കൂറ്റങ്ങൾ എനിക്കും കിട്ടും 2-3 സെന്റ് വസ്തുവെങ്കിലും, പക്ഷെ എല്ലാം വിട്ടു. ഈ നിധി കണ്ടപ്പോൾ ഞാൻ അതെല്ലാം വിട്ടേച്ചിട്ട്, എല്ലാം വിറ്റിട്ട്, എന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടമാക്കിയിട്ട് ആ മനുഷ്യൻ ചെന്ന് ഈ വയലങ്ങ് വാങ്ങിച്ച്. നിന്നോട് ഞാൻ പറയുന്നത്, ഈ വയല് വാങ്ങര്. നിന്റെ മുമ്പിൽ കിട്ടിയ വയൽ ഇതാണ് കേട്ടോ. ഇതിനകത്ത് കിടക്കുക നിധി. ഇതിനകത്ത് നിധിയുണ്ട്. നിന്റെ നിധി ഇതിനകത്ത് കിടക്കുക. എന്തോ നിധി എന്നറിയോ? നിന്റെ ഉപനിധി, നിന്റെ മക്കളെ ഉപനിധി, നിന്റെ ഉപനിധി, നിന്നെ നടത്തുവാൻ ശക്തനായ ദൈവം ഈ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ! നിന്നെ നടത്തുന്നൊരു ദൈവം, നിന്റെ മക്കളെ നടത്തുവാൻ കഴിയുന്ന ദൈവം. എത്ര മണിക്കൂർ കാത്തു നിന്നെന്നറിയോ? ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് പേടിയിൽ നിന്ന് വെണ്ണീരെത്തുന്നത്. വിരുന്നിന് പോലും സമയത്ത് എത്താത്തവനാ ഞാൻ. ബസ്സിലല്ലേ വരുന്നേ? വിരുന്നിന് പോലും അമ്മാവിനും അമ്മാവിയും പിള്ളേരെല്ലാം കഴിച്ച് നിർത്തിട്ടാ പിന്നെ വന്നേ. 2:45 മണിയായി. ബസ് കയറി വരണ്ടേ? 2 ബസ് കയറി വരണ്ടേ? ഇന്നങ്ങനെയല്ല. ഞാൻ അഹങ്കാരം പറയല്ല. നീ ചൊവ്വിന് ജീവിച്ച നിന്റെ തലമുറയ്ക്ക് ജീവിതം കിട്ടും. നീ മര്യാദക്ക് ജീവിച്ച നിന്റെ തലമുറയ്ക്ക് വിടുതലുണ്ട്. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. സത്യം. പക്ഷേ നിങ്ങൾ തെറ്റിപ്പോയാൽ മക്കളും തെറ്റും. അതുകൊണ്ട് ഒരിക്കലും അരുത്, അങ്ങനെ പോകരുത്. കണ്ടത്തെ ദൈവം ആരെന്നറിയുമോ? നിധിയാ. എന്താ നിധി? ഉപനിധി. നടത്തുവാൻ ശക്തനായ ദൈവം. ഈ നിധി വീട്ടിൽ കിട്ടിയവൻ ഓരോരുത്തരും വിറ്റ ചരിത്രമില്ല. നിധി കിട്ടിയവരാരും വിറ്റിട്ടില്ല. സ്വത്രം. പക്ഷെ കഴിഞ്ഞ 5-8 വർഷങ്ങൾക്ക് മുമ്പായിട്ട് തമിഴ്നാടിൽ നിന്ന് അങ്ങ് എറണാകുളം തൃപ്പുണിത്തുറയിൽ നിന്നൊരു മനുഷ്യൻ നിധി വാങ്ങിച്ചുകൊണ്ട് പോയ കാര്യം പത്രത്തിൽ വന്നു. വായിച്ചവർക്കറിയാം. 50 ലക്ഷം രൂപയാണ് നിധിയുടെ വില. 4 ലക്ഷം തരവ്. അങ്ങനെ 54 ലക്ഷം രൂപയ്ക്ക് തമിഴ്നാടിൽ നിന്ന് നിധി മേടിച്ച് തൃപ്പുണിത്തുറ ഇല്ലത്തിനകത്തുകൊണ്ട് പ്രത്യേകം ഒരുക്കപ്പെട്ട മുറിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് തുറക്കാള് സാറേ. ഓക്കെ. പൂജാമുറി കൊണ്ടുവന്ന് പേപ്പർ അടിച്ച് തുണിക്കെട്ടടിച്ച് നിധി തുറന്നു നോക്കിയപ്പോൾ 100 രൂപയ്ക്കുള്ള ചെറിയ കുടം, സ്റ്റീൽ കുടം. അവന് കിട്ടിയത് 100 രൂപ കുടം. നമ്മുടെ മനോരമയിലും മാതൃവിലും വന്ന കാര്യം അവസാനം എഴുതി നിർത്തി. പറ്റിയ അബദ്ധത്തെ കുറിച്ച് ശങ്കിച്ചു പിന്നെ വാമിണ്ടുന്നില്ല. ഇത് 100 രൂപ കുടമല്ല. ഇത് നിന്നെ നടത്താൻ, നിന്നെ നടത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 25 വയസ്സ് പ്രായമുള്ളപ്പോൾ, ചോരയ്ക്ക് ചൂടുള്ളപ്പോൾ, നാട്ടുകാർ മുഴുവനും നാണിപ്പിച്ചപ്പോൾ, മറ്റൊരു മോശമായി പറഞ്ഞപ്പോൾ, ഈ രക്തം കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവം നമ്മളെ മാനിക്കാതിരിക്കുമോ? മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നു, രക്തം, യൗവനത്തെ രക്തം ദൈവത്തിന് കൊടുക്കണം. വലിച്ചെറിയണം ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ. ദൈവം നിന്നെ മാനിക്കും, നിശ്ചയമായി മാനിക്കും, സംശയമില്ല. ഇനി ഞാൻ അനുഗ്രഹിക്കപ്പെട്ട കാര്യം പറയാൻ പോവുക. അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞില്ല, രക്ഷിക്കപ്പെട്ടു. പക്ഷേ ദശാംശം കൊടുക്കുകയില്ല. കൊടുത്ത 60 രൂപ കൊടുക്കാൻ ഞായറാഴ്ച. പക്ഷെ 10 രൂപ എന്തോ ഒരു സംഭവമാ. 10 രൂപ കൊടുക്കുള്ളൂ. പാസ്റ്ററെ മുഖം കറുത്ത് വരണം. 10 രൂപ കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ സത്യം പറയുകയാണ്, എൻ്റെ മനസ്സിനകത്ത് ഏക ചിന്ത, ഇത് അച്ചായനല്ലേ, ഇയാള് കഴിക്കണ്ട,
സഭാ പാസ്റ്റർ. കിട്ടും പോലെ പണമുണ്ട്, നമ്മളെ പണം വേണ്ട, എന്തിനാ കൊടുക്കുന്ന 60 രൂപ 10 രൂപ 50 രൂപ ഒക്കെ തിരിക്കട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള വിശ്വാസിയായി വന്നതല്ലേ. അതുകൊണ്ട് പള്ളിയിലെ എല്ലാ സഹോദരന്മാരും ഭയങ്കര സ്നേഹിച്ചു, ഉപദേശം പറഞ്ഞു തരും. ആ കൂട്ടത്തില് ദശാംശം കൊടുക്കണേ, 100 രൂപ കിട്ടിയ 10 രൂപ മാറ്റി വെക്കണേ, വന്ന ഉടനെ വന്ന് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഇരിക്കാളെ കേട്ടോ പ്രാർത്ഥനയ്ക്ക്. 10 രൂപ അതിനപ്പുറം കൊടുക്കൂല. ഇങ്ങനെ ഒരു നിഷ്ഠൂര സ്വഭാവം. ഞാൻ അസംബ്ലീസ് കോഡ് ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ തിരുമല ഹൈസ്കൂളിൽ നടക്കുക. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത്. ഞാനവിടെ പോയി. ദൈവകൃപയിലെ ഭാര്യയെ കിട്ടിയത് പാടുമല്ലോ. ഫ്രണ്ട് അവിടെ ചെന്നപ്പോണ്ടല്ലോ ബെഞ്ചെല്ലാം നിർത്തിയിട്ടിരിക്കുക, ആരുമില്ല. ഈ പിള്ളേർ വന്നിരുന്ന് ഇതിനൊക്കെ പുതുക്കുന്നേ ഉള്ളൂ, ഓർഗനും തബലയൊക്കെ. ഞാൻ നാണക്കേട്, ചെറുപ്പമല്ലേ, ചെന്ന് സ്കൂളിൻ്റെ തിണ്ണ ചെന്നിരുന്നു, ബെഞ്ചായിരുന്നില്ല, നാണക്കേട്. അപ്പോൾ നമ്മുടെ പാസ്റ്റർ അത്രയും ഉയരമുള്ള ഒരു ദൈവദാസൻ. പണ്ട് ഇങ്ങനെ ഒരു ബാഗുണ്ട്, ചിട്ടിക്കാരൻ ബാഗ് പോലെ ബാഗുണ്ട് ഈ പാസ്റ്റർമാർക്ക്. ഈ ബാഗും കഷത്തിടുക്കി ഒരു കുടയും പിടിച്ച് ഒരു കഷണ്ടിയുള്ള ഇത്രയും ഉയരമുള്ള ഒരു പാസ്റ്റർ അന്ന് ഫ്രണ്ടായിരുന്നു, ബെഞ്ചായിരുന്നു. ഇതെല്ലാം ചുമടി ഇറക്കി വെച്ചിട്ട് ഈ മനുഷ്യന് എന്നെ നോക്കി, ഇങ്ങ് വാ എന്ന് പറഞ്ഞു. ഞാൻ നോക്കി, ആരുമില്ല. എന്നെയാണോ? നീ തന്നെ വാന്ന് പറഞ്ഞു. അടുത്ത് ചെന്ന് ഇരുന്ന്. മോൻ്റെ പേരെന്താ? ഞാൻ പേര് പറഞ്ഞു. താമസം ഇന്നെടുത്താ. സ്നാനപ്പെട്ടു മോനെ? ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടു. അടുത്ത പൊസിഷൻ. ദശാംശം കൊടുക്കൂ. ഈ ചുമ്മാ നിന്ന് ആന തുമ്പയ്ക്ക് നീട്ടിയത് പോലെയാ. എൻ്റെ ചങ്കനകത്തൊരു വെട്ടുകെട്ടി. മറ്റേ ആള് വന്ന് പറയുകയാണ്, കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ. മറ്റേ ആള്, കള്ളം പറയല്ലേ. ഇല്ല, ഞാൻ കൊടുക്കൂല. കാരണം ഇത് ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആളാണ്. ഞാൻ കൊടുക്കൂല സഹോദരൻ. അപ്പൊ അടുത്ത അദ്ദേഹത്തിന്റെ വാക്ക്, അയ്യോ മോനെ അങ്ങനെ ചെയ്യല്ലേ, ഇത് രാജാവിന്റെ ഖജനാവിലെ പണമാ. അന്ന് ഞാൻ പഠിച്ചതാ ഈ വാക്ക്. രാജാവിന്റെ ഖജനാവിലെ പണമാ. നിന്റെ മനസ്സ് പറയുന്നത് ഇന്ന ആരല്ലേ തിന്നുന്നത് കൊടുക്കണ്ടെന്നാ. ഞാൻ ബലൂണിന്റെ കാറ്റ് പോകും പോലെ ആയിപ്പോയി. അതിന്റെ ഹൈലൈറ്റ്, നിന്റെ മനസ്സിരിപ്പോ ഇന്ന ആളല്ലേ തിന്നുന്നത് കൊടുക്കണ്ടെന്നാ. പള്ളിയിൽ ആര് പറഞ്ഞാൽ, ഏത് പാസ്റ്റർ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഞാൻ വിശ്വസിച്ചു പോയി. എൻ്റെ ഭയം എന്ന് പോയി. അന്ന് തൊട്ട് കൊടുക്കും. എന്നും ദശാംശം മാറ്റി വയ്ക്കും. വീട്ടിലെ എല്ലാ സാധന സാമഗ്രികൾക്കും ഓരോ സ്ഥലങ്ങളുണ്ട്, അല്ലയോ? പഞ്ചാരക്കുപ്പി പഞ്ചാര ഇടാൻ പഞ്ചാര കുപ്പിയുണ്ട്, മുളക് പൊടിക്ക് മുളക് കുപ്പിയുണ്ട്, ഇല്ലേ? എന്താങ്കൾ ഇങ്ങനെ പറയുന്നത്? ഓരോ സാധനം ഇടാൻ ഓരോ ടിന്നുകളും കുപ്പികളും ബോക്സുകളും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ദശാംശം മാറ്റി വയ്ക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക എന്തെങ്കിലും ഉണ്ടോ? അന്നുള്ളത് മാറ്റി വയ്ക്കാൻ. ഈ മഞ്ഞുകുപ്പിയോടെ അവിടെ ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. എല്ലാറ്റിനും കുപ്പിയുണ്ട്, എല്ലാത്തിനും ബോട്ടിലുണ്ട്. ദശാംശ പാത്രവിടെ അതില്ല, ഉണ്ടാ? അത് കൊടുക്കുന്നവൻ. അതിനുശേഷമാ ഞാൻ ഈ കടം വായ്പ അങ്ങ് നിർത്തിയേ. അല്ലെങ്കിൽ നിന്ന്, അല്ലെങ്കിൽ തേയില പൊടി വരെ കടം വാങ്ങിക്കും, എന്ന് വെച്ചാൽ ചിട്ടിക്ക് വാങ്ങിക്കും. നിർത്തി. നീ അനുഗ്രഹിക്കപ്പെടുവാൻ. സ്വർഗത്തിൽ പോണ വഴിയല്ല കേട്ടോ. സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധി വേർപാടും. ഭൂമിയിൽ വല്ല അന്തസ്സ നടക്കണമെങ്കിൽ, 10 രൂപ കിട്ടണമെങ്കിൽ, എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ എന്താണ്? ഇതിൽ കറക്റ്റായിരിക്കണം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. താങ്കൾ വാങ്ങുന്ന ഒരു സാധനം എന്തും ആകട്ടെ, അതുപോലൊരു സാധനം മേടിക്കാൻ നിങ്ങളുടെ കയ്യിൽ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിയോ അങ്കിളോ തന്നു വിട്ട്, അതും 50 രൂപ, ഇതും 50 രൂപ. നിങ്ങൾ സഞ്ചിയിലിട്ടു കൊണ്ടുവന്നു. ഇത് അദ്ദേഹത്തെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തോ വിളിക്കും? കള്ളാന്ന് പറയത്തില്ലേ? അപ്പം നിങ്ങളൊരു സാധനം മനസ്സിൽ കൊണ്ടുവന്നേ, ഒരു സാധനം ഒരു സാധനം പേര് പറ. അറിഞ്ഞൂടാ. ഒരു സാധനം പേര് പറക്കളെ. പഴക്കള്ള. അങ്ങനെ കള്ളി എന്ന് വിളിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിന് യോഗ്യരാണോ? ഷാജി പാസ്റ്ററെ,
മനസ്സിൽ വെച്ചിരുന്ന ഈ പ്രസംഗം, ഞങ്ങളുടെ കർത്താവ് ഇതുവരെ ഞങ്ങളെ നോക്കി അങ്ങനെ വിളിച്ചിട്ടില്ല. ഈ സഭ അങ്ങനെ ആയിരിക്കട്ടെ. എൻ്റെ സഭയിൽ ദൈവമക്കളുടെ നിലനിൽപ്പ് ഇതാ. അവർ ഞായറാഴ്ച കൊണ്ടുവരില്ല. ഇന്ന് 5000 രൂപ കിട്ടിയാൽ അതിൻ്റെ 500 കൊണ്ട് ഇന്ന് വന്നിരിക്കും. അപ്പം കൊണ്ടുതരും. അവർ കൈ വെച്ചുകൊണ്ടിരിക്കില്ല. അതാണ് അവരുടെ സ്വഭാവം. എപ്പോൾ പൈസ ഇടണം അപ്പോഴും കൊണ്ടുവരും. കരച്ചിൽ ക്ലിയറാണ്. അതുകൊണ്ട് കൊറോണ സമയത്ത് ഞാൻ അങ്ങോട്ട് കെട്ടിച്ചമന്ന് കൊണ്ടുപോയില്ല, പകരം അവരിങ്ങോട്ട് വന്ന്. ഹല്ലേലൂയ. അവരെന്നെ തേടി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടുകയില്ല എനിക്ക്. ഇനി അതിന് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. 155 രൂപ പലിശക്കാരന് പലിശ കൊടുക്കണം. എന്ത് പലിശ കൊടുക്കുന്നവരെ നിങ്ങളെയൊക്കെ ദൈവം മാനിക്കട്ടെ. കൊടുക്കാനല്ല, കൊടുക്കാതിരിക്കാൻ. അപ്പോൾ പലിശക്കാരൻ ആള് മോശമാണേ. ഈ 155 പലിശ കിട്ടേണ്ടവൻ നോക്കിയപ്പോൾ വരിക 2-ാം തീയതി പലിശയും കൊണ്ട്. അപ്പോൾ മനസ്സിനകത്ത് 150 രൂപ ഉണ്ടല്ലോ. കൊണ്ടു കൊടുത്ത്. അണ്ണാ പലിശ അണ്ണാ. അതെ, സന്തോഷോടെ. ശരി. അയാൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇവൻ എണ്ണിക്കൊണ്ടിരിക്കുന്നു. 1 2 3 4 5 6. പിന്നെ എണ്ണി. പോകാൻ പറ്റും. ഇതെന്തോന്ന് പലിശ? എത്ര എണ്ണ? ഇവിടെ പലിശ എത്രയെന്ന്? 155. ഇതെത്ര? 150 ഇല്ലേ? ഉണ്ട്. പലിശ എത്ര? 5 രൂപ. നമ്മുടെ കുഴപ്പം ഇവിടെ കിടക്കല്ലേ? നമ്മുടെ കുഴപ്പം ഇവിടെ കിടക്കല്ലേ? പലിശക്കാരൻ 5 രൂപ പിടിച്ചു നിർത്തി, ദൈവം പിടിച്ചു നിർത്തിയില്ല. അനന്യാസേ, ഇത്രയ്ക്കാണോടാ നീ വിറ്റത്? ആ കൃപ എന്നുണ്ടെങ്കിൽ ആൾ എന്നെ കുറയുമായിരുന്നു. ആ കൃപയെ നമ്മളെന്നൊക്കെ മാറ്റിക്കളഞ്ഞു. അങ്ങനെ ചത്ത ആളില്ല. സ്വത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ആരും വേറെ ഒന്നും മനസ്സ് മാറ്റല്ലേ കേട്ടോ. മനസ്സോടെ കൊടുക്കും തോറും നിങ്ങൾ കിട്ടും. അപ്പോഴൊക്കെ മനസ്സ് ഇറിറ്റേഷൻ ആകരുത്. ഇത് ആരെ കൊണ്ട് പോകുന്നു, എന്ത് ചെയ്യുന്ന കൊണ്ടല്ലോ ഒന്നൊന്നും നോക്കരുത്. വലിച്ചെറിഞ്ഞേക്കണം. ഈ കർച്ചീപ്പ് അങ്ങോട്ട് എറിഞ്ഞാൽ അവിടെ കിടക്കും, ഇങ്ങോട്ട് എറിഞ്ഞാൽ ഇവിടെ കിടക്കും, മുകളോട്ട് എറിഞ്ഞാൽ എൻ്റെ തിരിച്ചു വരും. ഇത് മുകളോട്ട് എറിഞ്ഞാൽ തിരിച്ചു വരും. അവിടെ വേണ്ട, അവിടെ വേണ്ട, തിരിച്ചു വരും. ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഹല്ലേലൂയ. എൻ്റെ മകൻ, ഒരു വിശ്വാസി ദുബായിലുണ്ടായിരുന്നു. അവിടെ ഒരു കമ്പനിയുടെ വേക്കൻസിക്ക് വേണ്ടി ഒരു വേക്കൻസി ആയപ്പോൾ എൻ്റെ മോനെ അവിടെ നിന്ന് കൊണ്ടുപോയി. നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇന്ത്യയിൽ നടന്നപ്പോൾ അതിൻ്റെ അധികാരി ചോദിച്ചു, നീ പള്ളിയിൽ പോകുമോ? എൻ്റെ മകൻ പറഞ്ഞു, അതേ പള്ളിയിൽ പോകും. പെന്തക്കോസ്ത് പള്ളിയിലാണ് പോണേ? അതെ. ജോലി കൊടുത്തില്ല. 50,000 രൂപ നഷ്ടപ്പെടാൻ പോവുകയാണ്. ജോലി കൊടുത്തില്ല. 1 മാസം കഴിഞ്ഞു. പിന്നെ 2 മാസം കൂടി റിന്യൂ ചെയ്ത് നിന്നു. ഉള്ള വേലെല്ലാം കൊണ്ട് എൻ്റെ മകൻ CV കൊണ്ട് ഉള്ള സ്ഥാപനമെല്ലാം കയറി ഇറങ്ങി. അങ്ങനെ വന്നപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. അവിടെ തിങ്കളാഴ്ച ജോലിക്ക് കയറി. ചൊവ്വയായി, ബുധനായി, വ്യാഴമായി, വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ, നീ എന്താ, ഇവൻ്റെ പേര് ആഷിഖ്, എന്താ ആഷിഖ് ബിഷാജി, നീ എന്താ ഒരുങ്ങുന്നില്ലേ? എന്തിനാ? അല്ല പള്ളിയിൽ വരുന്നില്ലേ? അല്ല ഞാൻ ക്രിസ്ത്യാനിയാണ്. ഓ. ശനിയാഴ്ച പറഞ്ഞു, നിന്നെ വിളിക്കാം കേട്ടോ. അതുവരെ ചെയ്ത് ജോലി ശമ്പളവും കൊടുത്ത് പറഞ്ഞു വിട്ടു. അപ്പം ആഷിഖ് ബിഷാജി എന്ന് കേട്ടപ്പോൾ അവർ കരുതി മുസ്ലിം എന്ന്. അങ്ങനെയാ ജോലി കൊടുത്തത്. അവിടെയും ഫെയിലായി. നാട്ടിൽ മകൾക്ക് കല്യാണമായി. ഞാനും എൻ്റെ വൈഫും കൂടിയാണ് വിളിച്ച് ഓടുന്നത്, കല്യാണത്തിന് വേണ്ടിയൊക്കെ ഓരോ കാര്യത്തിനും ഓടുന്നത്. ഇവന് സഹായം അത്യാവശ്യമായിരുന്നു. വിസ തീരും തലേ ദിവസം ഒരു കമ്പനിയിൽ ജോലി കിട്ടി. എൻ്റെ മകൻ പറയാണ്, പപ്പ ജോലി കിട്ടി, ഞാൻ എന്തു ചെയ്യട്ടെ? അമ്മ പറഞ്ഞു, നീ ഇവിടെ വരണം, നിനക്കൊരു സഹോദരിയേ ഉള്ളൂ,
നിന്റെ അളിയന്റെ കൈ പിടിച്ച് നീ തന്നെ കുലുക്കി അകത്ത് കയറ്റണം, ആരെയും വേറെ എടുക്കണ്ട. അമ്മേ, ഞാൻ ഈ 2-3 മാസം കൊണ്ട് വെയിൽ കൊണ്ട് സീവി കൊണ്ട് കടഞ്ഞ് എൻ്റെ ഭാവി അമ്മയ്ക്കൊരു ചിന്തയില്ലേ? ഞാൻ പറഞ്ഞടി, അവന് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ അവൻ നിൽക്കട്ടെ, നമുക്ക് ലൈവ് ഇടാം. വേണ്ട വേണ്ട, അവനിങ്ങ് വരട്ടെ. കരച്ചിലായി, നിലവിളിയായി. അവൻ വന്നു. വീട്ടിൽ വന്നിട്ട് ഹാളിൽ വന്നിരുന്ന അവന്റെ പഴയ തുണികളെല്ലാം പറക്കി പറക്കി ഇട്ടപ്പോൾ എൻ്റെ കണ്ണ് നനഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ മോൻ വിഷമിക്കേണ്ട, എല്ലാ തോൽവിക്കും ഒരു ജയമുണ്ട്. നിന്നെ അവിടെ കൊണ്ടുപോകാനും ദൈവത്തിന് കഴിയും. സമാധാനപ്പെട്. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞ, നീ ഒരു കാര്യം ചെയ്യും, ജോലി തന്ന സാറിനോട് പറയണം, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, എൻ്റെ പപ്പ പാസ്റ്ററാണ്, ഇങ്ങനെ മോളെ അനിയത്തിൻ്റെ കല്യാണത്തിന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് വാ പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞ, ആശയ്ക്ക് പൊക്കോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 2 മാസം 1 മാസം 2 മാസം കഴിഞ്ഞപ്പോഴും ഒരു അനക്കവും ഇല്ല. സ്റ്റാച്യൂവിൽ ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. അവൻ 1 മാസം ജോലി ചെയ്ത് പറഞ്ഞു, പപ്പ എനിക്ക് പറ്റുകയില്ല. എന്താ, 2 അപ്പച്ചന്മാരോട് നിൽക്കുകയാണ്, മോശമായി സംസാരിക്കുന്ന ആൾക്കാരാണ്, അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അധികാരി പൂങ്കുളത്ത് ഒരു വലിയ സ്റ്റോർ തുടങ്ങി, അവിടെ ജോലിക്ക് വിളിച്ചു. അവിടെ ജോലിക്ക് 1 മാസം ആവാറായപ്പോൾ അവർ പറഞ്ഞ് നിൽക്കുന്ന 2 പേരെ അങ്ങ് മാറ്റിയിട്ട് ആഷിക്കിനെ മാത്രം നിർത്താം, 30,000 രൂപ മാസം ശമ്പളം കൊടുക്കാം. അപ്പോൾ വിസ വരുന്നു. അപ്പോൾ വിസ വന്നു. ഇവർ പറഞ്ഞു 30,000 ശമ്പളം തരും, എന്തോ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, ഇവിടെ 30 അല്ല 35 തന്നാലും നീ കല്യാണം കഴിഞ്ഞിട്ടില്ല. സംബന്ധക്കാർ ചോദിക്കും, പലചരക്ക് കട, അവിടെ പോയി കക്കൂസ് കഴിയുവാനും ഗൾഫുകാരൻ വിട്ടേക്കാൻ പറഞ്ഞു. വിട്ടു. വിസ വന്നു. ബുധനാഴ്ച വിസ വന്നു. ശനിയാഴ്ച കയറിത്തെല്ലാം പറയുക, ടിക്കറ്റിന് പൈസയില്ല. ഞാൻ പോയി അന്വേഷിച്ചു, 22,000 രൂപ ടിക്കറ്റിന്. ചിലപ്പോൾ നാളെ പിന്നെയും കൂടുമായിരിക്കാം. എങ്ങനെപ്പാ? ചുമ്മാതിരികട, നിനക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ദൈവമാണെങ്കിൽ എല്ലാം ശരിയാക്കും. ഇതാ വെള്ളിയാഴ്ച ആയപ്പോൾ വിസയിൽ കൂടെ ടിക്കറ്റും കൂടെ വരുന്നു. മറ്റാ പൈസ ചെലവില്ലാതെ പോയി ചെന്നിറങ്ങി ഞായറാഴ്ച രാവിലെ നേരെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച ജോലിക്ക് കയറി. ഇച്ചിരി പ്രയാസം വരുമ്പോഴേ ദൈവത്തെ തള്ളിക്കളയല്ലേ, ഇച്ചിരി ബുദ്ധിമുട്ട് വരുമ്പോഴേ ദൈവത്തെ തള്ളിക്കളയല്ലേ. ഉറച്ചു നിന്ന ദൈവമഹത്വം കാണാം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ 15-ാം തീയതി പോയ സഭയില് അവിടെയാണ് ഒരു പയ്യൻ, ഈ ഓർഗം വായിച്ച മോൻ്റെ അത്ര വരും തോന്നുന്നു, നല്ല സുമുഖനായൊരു പയ്യൻ. അപ്പം വാ തുറന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത് പ്രാർത്ഥിക്കാൻ നിന്നു. ബുദ്ധിഭ്രമമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, അമ്മേ ഈ മോൻ എന്ത് പറ്റി? അത് ഇങ്ങനെയാ, 2-3 വയസ്സിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ ജന്നി വന്നതാ പാസ്റ്ററെ, അതിനുശേഷം ഇങ്ങനെയാ, ഇപ്പോൾ ബുദ്ധി ഒന്നും കറക്റ്റല്ല, വായും തുറന്ന് ഇങ്ങനെ ഒരു വാരത്തെ മന്ന ബുദ്ധി പോലെയാ. ഞാനൊരു നിമിഷം സ്തംഭിച്ചു നിന്നു. 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴും എങ്ങനെയാണ്, 1 വയസ്സ് പ്രായം 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ മകൾക്ക് അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുക. നല്ല പനിയായിരുന്നു. 12 മണി വരെ ഞാൻ ശുശ്രൂഷിച്ചു. എൻ്റെ പറഞ്ഞ നാളെ പണിയുണ്ടല്ലോ അച്ഛൻ പോണ്ടേ, കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞു. ഞാൻ കിടന്ന് ഉറങ്ങി. അല്പം കഴിഞ്ഞ ഒരു വലിയ വിളി കേട്ടു. നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിന് ജന്നി വന്ന് ഇങ്ങനെ കുടുങ്ങുക. ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് പോവുക. അപ്പോൾ ഇനി ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ളം കൊണ്ട് തുടയ്ക്കണം, നെഞ്ച് ഭാഗം മാറിയിട്ട്, അല്ലെങ്കിൽ കൊണ്ട് ഓടണം. രാത്രി 12 മണിക്ക് ഇവിടെ ഓടാനാ. ഞാൻ വെള്ളം എടുത്തുകൊണ്ടൊന്ന് മൊത്തത്തിൽ തുടച്ചെടുത്തു. പക്ഷെ കുഞ്ഞ് വളഞ്ഞിരിക്കുന്നു, കണ്ണ് കാണാൻ കൺമണി കാണാനില്ല, വെള്ളയാ. 75 പൈസയേ ഉള്ളൂ ഇന്നത്തെ ഫസ്റ്റ് ടിക്കറ്റ്. ഇന്ന് ഫസ്റ്റ് ടിക്കറ്റ് എത്ര സാറേ? ഇന്ന് ടിക്കറ്റ്, ബസ്സിന്റെ ടിക്കറ്റ് എത്ര? ആദ്യത്തെ ടിക്കറ്റ് എന്താ നോക്കണേ? 15 രൂപ തന്നെ, 10 രൂപ അല്ലേ? അന്ന് 75 പൈസ ഉണ്ട് ഫസ്റ്റ് ടിക്കറ്റ്. ആ 75 പൈസ എൻ്റെ ഇല്ല, ഫോണില്ല, ആരെ വിളിക്കാനാ? ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് ഹാളിലോട്ട് കൊണ്ടുവന്നതിന് മുറ്റും വരുന്നതിന് എൻ്റെ 2 തുടയിലും കൂടെ കുറുക്കെ അങ്ങ് എടുത്തിട്ട്, കുഞ്ഞ് വളഞ്ഞു കിടക്കുക.
നേരം പുലരുന്നത് വരെ കരഞ്ഞു, നേരം വെളുക്കുന്നവരെ കരഞ്ഞു. രാവിലെ പൈസയെ കടം മറിച്ചു തക്കാട് ആശുപത്രി പോയി 2 സ്റ്റെപ്പ് ഗുളിക തന്നു. കുഞ്ഞിന് കുഴപ്പമില്ല, കൊണ്ടുപൊക്കോളം പറഞ്ഞു. സമാധാനമില്ലാതെ ജലദോഷം കൊണ്ടുപോയി. അവിടെ പോയി പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞിന് ഫിക്സ് വന്നു. ഓ, ഭയങ്കരമായിട്ട് വന്നു സാറേ. ഇല്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൊണ്ടുപോയിക്കോളൂ. 2 സ്റ്റെപ്പ് ഗുളിക 4 സ്റ്റെപ്പ്, 2 ആശുപത്രിയിലായിട്ട്. 4:45 മണിയായപ്പോൾ വീട്ടിലെത്തി. ബസ് കയറി. ഞാൻ പറഞ്ഞ ആ ഗുളിയെല്ലാം എടുത്ത് കളഞ്ഞേരെ. ഈ സമയം വരെ ഒറ്റ ഗുളിയോ ഒരു ഇഞ്ചക്ഷനോ ഈ കുഞ്ഞ് ആസ്വദിച്ചിട്ട് അവൾ തന്നെ ഓടി നടക്കുക. അതേ സ്ഥാനത്തൊരു കുഞ്ഞിന് ഇന്നും വന്ന ബുദ്ധിയാ. ഇവൾ PG വരെ പഠിക്കാൻ ബുദ്ധി കൊടുത്തു. അവൾ സിവിൽ പഠിക്കാൻ പോയിട്ടുണ്ട് 1 വർഷം. അഹങ്കാരം പറയല്ല, നീ എല്ലാം വിട്ടിട്ട് എല്ലാം വിറ്റിട്ടാണ് ഈ നിധി വാങ്ങിച്ചെങ്കിൽ നടത്തുവാൻ ശക്തനായ ദൈവം. ദൈവത്തെ അറിഞ്ഞപ്പോ ദൈവം സ്ഥിതി മാറ്റി. ദൈവത്തെ അറിഞ്ഞപ്പോ ദൈവം മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സ്ഥിതി മാറ്റുവാൻ കഴിയുന്ന, അവസ്ഥ മാറ്റാൻ കഴിയുന്ന ഒരു സർവശക്തനെയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു ഫോട്ടോ എടുത്തോണ്ട് പോണം എനിക്കിന്ന്. സ്വതന്ത്രം. നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ദൈവം. ഈ അവസ്ഥകളെ ദൈവം മാറ്റി നമുക്കൊരു വിടുതൽ തരും. നാട്ടുകാർ മുഴുവൻ നിന്ദിച്ചു, വീട്ടുകാർ നിന്ദിച്ചു. എൻ്റെ 2ാമത് ചേച്ചി താമസിക്കുന്ന പുളിയറ കുണത്തായിരുന്നു. ഞാൻ വീശിയാക്കി എടുത്ത് കളഞ്ഞപ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ വന്നു. അതായത് കൂട്ടുകാരികൾ ബസ്സിൽ പോയപ്പോൾ ഞാൻ റോഡിൽ നിൽക്കുക. നല്ലൊരു പയ്യൻ, ഇപ്പൊ കൊരങ്ങനെ പോലെ ഉണ്ടടി നിന്റെ അനിയൻ. ഇത് കേട്ട് സാഹി കേട്ട് എൻ്റെ ചേച്ചി ബസ് പിടിച്ച് വീട്ടിൽ വന്നു. പിന്നെ പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല. കുറേയൊക്കെ പറഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ എത്രയോ പള്ളിയുണ്ട്, നിനക്ക് അവിടെ എവിടെയെങ്കിലും പൊയ്ക്കൂടെ, നീ എന്തിനാണ് ഈ കോലത്തിലായത്? നിന്നെ നിന്ദിക്കാൻ, നിന്നെ എന്തൊക്കെയോ പറഞ്ഞു മാറ്റാൻ മാറല്ലേ കേട്ടോ. സത്യം ചെയ്യും, മാറൂലാണ്. സത്യം ചെയ്യും. എന്ത് വന്നാലും നീ ദൈവത്തെ വിട്ട് മാറൂലെന്ന് പറ. ഞാൻ ഒറ്റയ്ക്ക് പൊരുതിവനാ, ഇന്നും എനിക്ക് കുടുംബത്തിൽ നിന്ന് ആരുമില്ല എന്ന് പറയേണ്ടി വരും. കാര്യം എന്താ അറിയാമോ? നീ മരിച്ചോ ജീവിച്ചോ നോക്കുവാൻ ആരുമില്ല. എനിക്കുള്ളതെല്ലാം നിങ്ങളെ പോലെയുള്ളവരാ. ജാതി മതമില്ലാതെ നിങ്ങളെ പോലുള്ള ഒത്തിരി ബന്ധുക്കള്. അപ്പൻ അമ്മയ്ക്ക് അമ്മ, സഹോദരത്തിന് സഹോദരി, സഹോദരന് സഹോദരൻ. സ്വത്രം. എൻ്റെ മോളെ കല്യാണത്തിന് എൻ്റെ സഹോദരൻ മരിച്ചു പോയതുകൊണ്ട് വരാൻ പറ്റില്ല. അയാൾ മരിച്ചു പോയില്ലേ. അങ്ങ് കാസർഗോഡ്, കാസർഗോഡല്ലല്ലോ, ഉരുൾപൊട്ടി എവിടെ മക്കളെ? വയനാട്. അവിടെ നിന്നൊരു പാസ്റ്റർ 3 ദിവസം മുമ്പ് വന്നു. കോഴിക്കോട് കുടുംബം 2 ദിവസം മുമ്പ് വന്നു. എല്ലാം ചെയ്യുക. നിന്റെ അണ്ണൻ തന്നെ നിനക്ക് ജോലി ചെയ്ത് തരണോ? നിനക്കൊരു അണ്ണനെ കിട്ടിയാൽ പോരെ? പറ, ദൈവത്തെ മാനിക്കാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാ. ദൈവത്തെ കളയത്തില്ല, സത്യം ചെയ്. പ്രതികൂലം വന്നാൽ മാറത്തെ, സത്യം ചെയ്. നിന്നെ തകർക്കാൻ ആരൊക്കെ ഉണ്ടായിരിക്കാം, നിന്നെ ദൈവം വിട്ടുകൊടുക്കൂല. നിന്നെ വിട്ടുകൊടുക്കൂല.